കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ആട്ടൂരിൻ്റെ ഡ്രൈവർ രജിത് കുമാറിനെയും ഭാര്യയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദ്യം ചെയ്തിരുന്നു. തുടർന്നാണ് അവരുടെ തിരോധാനം നടക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അവരെപ്പറ്റി വിവരങ്ങളില്ലായിരുന്നു. അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇപ്പോൾ രജിത് കുമാറിനെയും ഭാര്യയെയും ഗുരുവായൂരിലെ ഹോട്ടലിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. അവർ അവിടെ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഗുരുവായൂർ പോലീസാണ് ഇപ്പോൾ ഇവരെ കണ്ടെത്തിയിരിക്കുന്നത്. നടക്കാവ് പോലീസ് രജിത് കുമാറിനെയും ഭാര്യയെയും കാണാനില്ല എന്ന പരാതിയിൽ കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അതിനുശേഷം രജിത് കുമാറിൻ്റെതായ ഒരു ശബ്ദ സന്ദേശം കൂടി വരുന്നുണ്ട്. അത് പോലീസിന് എതിരെയാണ്, പോലീസിൻ്റെ നടപടികൾക്കെതിരെയാണ്. നടക്കാവ് പോലീസിൻ്റെ വീഴ്ചയാണ് ഈ കേസ് എങ്ങും എത്താതെ പോയത്, മുഹമ്മദ് ആട്ടൂർ തിരോധാനം കേസിൽ ഒരു തുമ്പുണ്ടാവാതെ പോയത് എന്ന് പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ശബ്ദ സന്ദേശമാണ് വരുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് തുടരുന്നുണ്ട്. അഭിജിത്ത്, ഈ ടവർ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ രജിത് കുമാറിനെ നിരന്തരമായി ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറഞ്ഞ കുട്ടികളെ ചോദ്യം ചെയ്യുന്നതിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകിയതായി വിവരമുണ്ടല്ലോ. തീർച്ചയായും ഗോകുൽ, പോലീസും ഒപ്പം തന്നെ പിന്നീട് ക്രൈംബ്രാഞ്ചും വിവിധ ആൾക്കാരെ, ഈ മുഹമ്മദ് ആട്ടൂരുമായി ബന്ധപ്പെട്ട വിവിധ ആൾക്കാരുടെ മൊഴി എടുത്തിരുന്നു. അതിൽ ഈ CDR ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. ടവർ ഡംപിംഗ് ഉൾപ്പെടെ നടത്തി ശാസ്ത്രീയമായ രീതിയിലുള്ള പരിശോധനയിലേക്കാണ് തുടക്കം മുതൽ തന്നെ ക്രൈംബ്രാഞ്ച് കടന്നിരുന്നത്. നിരവധി തവണ, അതിൽ 3-3-ലധികമോ തവണ ഈ രജിത് കുമാറിന്റെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നു. ഒപ്പം പോലീസിന്റെ അന്വേഷണ സംഘവും കടന്നിരുന്നു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് രജിത് കുമാറിന് മാനസികമായ ചില സമ്മർദ്ദങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും കുടുംബം ഒരു ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതും ഈ ഗ്രൂപ്പിൽ ഈ രജിത് കുമാർ ഇട്ട. അഭിജിത്ത്, ഏതായാലും ഇപ്പോൾ രജിത് കുമാറിന്റെയും ഭാര്യയും ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. രജിത് കുമാറിന്റെ ഒരു പുതിയ ശബ്ദ സന്ദേശം കൂടി വരുന്നുണ്ട്. അതിലേക്ക് സുഹൃത്തുക്കളെ, ഞാൻ രജി. പൊതുവായി ഗ്രൂപ്പിൽ ഞാനൊന്നും ഇടാറില്ല. ഇപ്പോൾ അവസാനമായി ഇടുകയാണ്. എന്നെ പോലീസ് വല്ലാതെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ പേരിൽ ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. ഈ കേസായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എൻ്റെ അറിവോട് കൂടിയിട്ടോ ഞാൻ ചെയ്തിട്ടോ അല്ല മാമയെ കാണാതായതോ എന്തായാലും KM ബഷീറിനെ പോലത്തുള്ള ഫ്രോഡിനെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എനിക്കത് ചെയ്യാൻ പറ്റാത്തതാണ്. ഇന്നത്തെ കാണാൻ ഞാൻ ചെയ്യാനോ. പക്ഷേ അയാളൊക്കെ ഫ്രോഡാണ്. എന്തോ പെൺവാണി കേസിലൊക്കെ പെട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ഇയാൾ പണി. ആരോടെ പൈസ വാങ്ങിയിട്ട് ഇയാൾക്ക് ബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും എനിക്ക് ഈ കേസായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എനിക്ക് പറയാൻ പറ്റുമല്ലോ. ഇപ്പം പറയുമ്പോൾ ആരെയും പേടിക്കുന്നുണ്ടല്ലോ. എനിക്കൊരു ബന്ധവുമില്ല. മറ്റു പറയാമല്ലോ, ഇപ്പം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നുണ്ടെങ്കിൽ പേടിയില്ല. കാരണം എന്താ വെച്ചാൽ മരണത്തോട് വെല്ലുവിളിച്ച് പോവാൻ ഞാൻ. പിന്നെ ഞാൻ തന്നെ പേടിക്കണം. അതുകൊണ്ട് എനിക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല. വിശ്വസിക്കാണ്ടിരിക്കാം. എന്തായാലും ഈ കേസ് നിങ്ങളിവിടെ അവസാനിപ്പിക്കരുത്. അന്വേഷണം വിടരുത്. ശരി, രജിത് കുമാറിൻ്റെ രണ്ടാമതൊരു ശബ്ദ സന്ദേശമാണ് കേട്ടത്. ആത്മഹത്യ ഭീഷണിയാണ്, അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശമാണ് വന്നത്. പക്ഷേ അതിനുശേഷമാണ് ആയിരിക്കാം പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് രജിത്തും ഭാര്യയും. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇവരെ കാണാതായത്. നടക്കാവ് പോലീസ് ഒരു തിരോധാന കേസ്, ഇവരെ രജിത്തിനെയും ഭാര്യയും കാണാനില്ല എന്ന തരത്തിൽ അന്വേഷണവും ആരംഭിച്ചിരുന്നു. അതിനിടയിലാണ് ഗുരുവായൂരിൽ നിന്ന് രജിത്തിനെയും ഭാര്യയും കണ്ടെത്തിയിരിക്കുന്നത്.